അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ്. അൽ ജമാൽ അൽ കമാൽ. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തെ ആദരിച്ചുകൊണ്ട് അസാസ് സംഘടിപ്പിക്കുന്ന ബൃഹത്തായ മഹബ്ബത്തിൻ്റെ മജ്ലിസാണ് അൽ ജമാൽ അൽ കമാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ച സഹാബാക്കളെക്കുറിച്ച് ചെറിയൊരു പരാമർശമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അൻ-നജ്ജാരി അൽ ഖസ്റജി അസ്-സഹാബിയുൽ ജലീൽ, അൻസാരിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്പത്തിൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച മഹാവ്യക്തിത്വമാണ്. മുത്തുനബി തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ മദീന നിവാസികൾ നബിതങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്ത് കൊടുക്കണം, അങ്ങനെ ആവേശഭരിതമായി ഇടപെടുന്ന സമയത്ത് പാവപ്പെട്ട ഉമ്മു സുലൈം, നബിതങ്ങൾക്ക് സമർപ്പിക്കാൻ ഒന്നുമില്ല, നബിതങ്ങൾക്ക് കൊടുക്കാൻ ഹദിയ ഒന്നും കയ്യിലില്ല. അപ്പോഴാണ് ചിന്തിച്ചത്, എൻ്റെ മകനെ മുത്തുനബിക്ക് സമർപ്പിക്കാം. അങ്ങനെ 10 വയസ്സുള്ള അനസെന്ന പൊന്നുമോനെയും വിളിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തെ ഉമ്മയെത്തി മുത്തുനബിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഹാദാ ഇബ്നി ഉനൈസ്, നബിയെ ഇതെന്റെ കൊച്ചുമോനാണ്, ഉദ്ഉല്ലാഹ ലഹു, അവന് വേണ്ടി തങ്ങളിപ്പ ദുആരക്കണമെന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു, അല്ലാഹുവേ അവന് സമ്പത്തും സന്താനവും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ നാഥ എന്ന് 10 വയസ്സുള്ള അനസിന്റെ സാന്നിധ്യത്തിൽ ഹബീബ മുത്തുനബി തങ്ങൾ ദുആയിരുന്നു. ചരിത്രത്തിൽ പിന്നീട് കാണാം, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു വഫാത്താവുന്ന സമയത്ത് 129 മക്കളും മക്കളുമായി 129 മക്കളെ സാന്നിധ്യത്തിലാണ് അനസ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്. മുത്തുനബിയുടെ ഹയാത്ത് കാലത്ത് തന്നെ 100ഓളം മക്കൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. സമ്പത്തും അതുപോലെ തന്നെ അനസ് ബിൻ മാലിക് തങ്ങൾക്ക് നല്ലൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു, നല്ലൊരു കൃഷിയും ഉണ്ടായിരുന്നു. എല്ലാവർക്കും വർഷം ഒരു വട്ടം ഈത്തപ്പഴം കായ്ക്കുമ്പോൾ അനസ് തങ്ങളുടെ ഈത്തപ്പന മരം 2 പ്രാവശ്യം കായ്ക്കുമായിരുന്നു. അങ്ങനെ സാമ്പത്തികമായും അനസ് റളിയല്ലാഹു അൻഹു നല്ല മേൽക്കോയ്മയിലായി. ആ തോട്ടത്തിൽ എപ്പോൾ എത്തിയാലും കസ്തൂരിയേക്കാൾ പരിമളമുള്ള സുഗന്ധം അടിച്ചു വീശുമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. മുത്തുനബി തങ്ങളുടെ ദുആയുടെ ബറക്കത്താണ്. അതുപോലെ പിതാവിൽ നിന്ന് അനന്തരാവകാശമായി ലഭിച്ചൊരു കിണറുണ്ടായിരുന്നു. ആ കിണർ മദീനയിലെ ഏറ്റവും അഅ്ദബായ വെള്ളം, ഏറ്റവും ശുദ്ധമായ നേർമയായ തണുപ്പുള്ള വെള്ളം. അതുകൊണ്ടുമൊക്കെ ആ ദുആയുടെ പശ്ചാത്തലത്തിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നല്ല മേൽക്കോയ്മ ലഭിച്ചിരുന്നു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബി തങ്ങൾ സ്വന്തം മകനെ പോലെ ചേർത്തിപ്പിടിച്ചു. അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്ന ഹദീസുകളിൽ കാണാൻ കഴിയുന്നു, എൻ്റെ ഉമ്മ മുത്തുനബിയിൽ ഏൽപ്പിച്ചു 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. ഈ 10 കൊല്ലത്തിന്റെ ഇടയിൽ എന്നോട് കാണിച്ച വാത്സല്യം, മുആമലത്തുൽ വലദി, ഒരു പിതാവ് പുത്രനോട് എന്ത് വാത്സല്യമാണോ കാണിക്കുന്നത് അതുപോലെ ഹബീബ നബി തങ്ങൾ എന്നോട് വാത്സല്യം കാണിച്ചു. ഈ 10 കൊല്ലത്തെ സേവനത്തിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും എന്നെ കുറ്റപ്പെടുത്തുകയോ എന്നെയൊന്ന് വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെയ്തു പോയാൽ ലിമ തഫ്അൽ, നീ എന്തിനങ്ങനെ ചെയ്തു എന്നോട് ചോദിച്ചിട്ടില്ല. എന്തെങ്കിലും ചെയ്യാതെ മുടങ്ങിപ്പോയാൽ ലിമലാ തഫ്അൽ, എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്നൊന്നും എന്നോട് ചോദിച്ചിട്ടില്ല. മുത്തുനബി തങ്ങളുടെ ശരീരവും മനസ്സും
പട്ടിനേക്കാൾ നിർമ്മലമാണെന്ന് അനുഭവത്തിനാൽ പഠിപ്പിച്ച അനസ് റളിയല്ലാഹു അൻഹു, മുത്തുനബിയുടെ കയ്യേക്കാൾ മൃദുലമായൊരു പട്ടുമില്ല, മുത്തുനബിയുടെ ഹൃദയത്തെക്കാൾ വിശാലമായൊരു ലോകവുമില്ല എന്നൊക്കെ അവിടുത്തെ കമനീയമാകുന്ന സ്വഭാവമേന്മ അടുത്തറിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുമായിരുന്നു. മുത്തുനബി തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധിയും ഓർമ്മയും കൃത്യതയും ബോധ്യപ്പെട്ടതിന്റെ പേരിൽ അനസിനോട് പറഞ്ഞു, അന്തൽ കാത്തിബ്, നീ എൻ്റെ എഴുത്തുകാരനാണ്, എൻ്റെ മൊഴികൾ എഴുതി വെക്കേണ്ട ആള് നീയാണ്. അങ്ങനെ ഹദീസുകൾ എഴുതി വെക്കാൻ, ഹബീബ നബി തങ്ങളുടെ വിവരങ്ങൾ എഴുതി വെക്കാൻ, പരിശുദ്ധ ഇസ്ലാമിനെ ഉമ്മത്തിന് സമ്മാനിക്കാൻ വിശ്വസ്തനായ ഖാദിമായി മഹാഭാഗ്യം ലഭിച്ചു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്. എത്രയോ ഹദീസുകൾ അനസ് ബിൻ മാലിക് തങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 180ഓളം മുത്തഫഖ് അലൈഹിയായ ഹദീസ് അനസ് ബിൻ മാലിക് തങ്ങളത്തോട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സംയുക്തമായി രേഖപ്പെടുത്തിയ മുത്തഫഖ് അലൈഹി ഹദീസ് തന്നെ 180ഓളം ഹദീസ് ഉണ്ട്. മാഷാ അല്ലാഹ്, അദ്ദേഹത്തിന്റെ ബുദ്ധിയും ഓർമ്മയും എത്ര വലുതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവാം. മുത്തുനബിയുടെ കൂടെ എല്ലായിടവും കൂട്ടിയിരുന്നു. ബദർ യുദ്ധത്തിൽ 12 വയസ്സേ ഉള്ളൂ. ബദർ യുദ്ധത്തിന് പോകുമ്പോ യുദ്ധക്കളത്തിലേക്ക് മുത്തുനബി ഇറക്കിയില്ല, പക്ഷേ അനസിനെ കൂട്ടിക്കൊണ്ടുപോയി ഖിദ്മത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ 12ാമത്തെ വയസ്സിൽ യുദ്ധത്തിന് പോയ മുത്തുനബി, ബദറിലെ മുത്തുനബിയെ പരിചരിക്കാനും അനസ് തങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെയുണ്ടായിരുന്ന ഖൈബർ, ത്വായിഫ്, ഹുനൈന്, ഫത്ഹു മക്ക, സുൽഹുൽ ഹുദൈബിയ, ഉംറത്തുൽ ഖളാ, ഹജ്ജത്തുൽ വദാഇ, ബൈഅത്തുൽ ഷജറ, ഇതിലെല്ലാം മഹാനവറുകൾക്ക് പങ്കെടുക്കാൻ മഹാഭാഗ്യം കിട്ടി. എത്ര പോരിശയാണ് ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ചത്. 27ഓളം യുദ്ധങ്ങളിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവരുടെ ഉമ്മ ഇതേപോലെ സ്നേഹം ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹവും അവിടുത്തെ ബാക്കിയും അവിടുത്തെ തലോടലും അവിടുത്തെ പ്രാർത്ഥനയും എല്ലാം ലഭിച്ച ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് മുഴുവൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബാ നബി തങ്ങൾ 10 കൊല്ലം കഴിഞ്ഞ് വഫാത്താവുകയാണ്. ബഹുമാനപ്പെട്ട അനസ് തങ്ങൾ പിന്നീട് 80ഓളം വർഷം പിന്നീട് ജീവിച്ചു. 102ാമത്തെയോ 3ാമത്തെയോ വയസ്സിലാണ് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഈ 80 കൊല്ലവും മുത്തുനബിയിൽ നിന്ന് കിട്ടിയ അറിവുകൾ ഉമ്മത്തിന് പകർന്നു കൊടുക്കുന്ന ശ്രമകരമാകുന്ന ദൗത്യം മഹാനവറുകൾ നിർവഹിച്ചു. അപ്പോഴെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് ലഭിച്ച ഷെഅറെ മുബാറക് എപ്പോഴും കയ്യിൽ വെച്ച് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ പ്രിയപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹറിന്റെ മുമ്പ് ഖൈലൂലത്തിന്റെ ഉറക്കമുറങ്ങും. അതിന് ഉമ്മു സുലൈം ബീവി പായ വിരിച്ചു കൊടുക്കും. ഉച്ച സമയത്തുള്ള ചൂടിൽ നബി തങ്ങളുടെ ശരീരം വിയർക്കും. മുത്തുനബി തങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഒരു ചെറിയ സ്പൂണ് പോലത്തെ ഒരു സാധനവും ഒരു കുപ്പിയുമായി ചെന്ന് മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പുകളെല്ലാം വടിച്ച് മഹദി ഒരു കുപ്പിയിലേക്ക് ഇങ്ങനെ ആക്കി വെക്കും. അതിനെ ഒരുപാട് മഹത്വം അവർ കൽപ്പിച്ചിരുന്നു. ഒരു ദിവസം ബഹുമാനപ്പെട്ട മുത്തുനബി തങ്ങൾ ഉണർന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ഹാദല്ലദീ തസ്നഈൻ, എന്താണ് ഉമ്മു സുലൈമേ നീ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഹാദാ അറഖുക യാ റസൂലല്ലാഹ്, അങ്ങയുടെ വിയർപ്പ് ഞാൻ ഈ കുപ്പിയിലേക്ക് എടുക്കുകയാണ്. നജ്അലുഹു ഫീ ത്വീബിന, ഞങ്ങൾക്ക് സുഗന്ധദ്രവ്യത്തിൽ ചേർക്കാനാണ് ഇത് ഞാൻ എടുക്കുന്നത്. വഹുവ മിൻ അത്യബി ത്വീബി യാ റസൂലല്ലാഹ്, ലോകത്തെ ഏറ്റവും പരിമളമുള്ള സുഗന്ധം അവിടുത്തെ വിയർപ്പാണല്ലോ നബിയെ. നെർജു ബറക്കത്തഹു, ഈ വിയർപ്പിന്റെ ബറക്കത്ത് ലിസുബിയാനിന, ഞങ്ങളുടെ കുട്ടികൾക്ക് അസുഖം വരുമ്പോ വിഷമം വരുമ്പോ ഇത് കൊടുത്ത് സുഖപ്പെടുത്താനും കൂടിയാണ് നബിയെ ഇത് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞപ്പോ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, ഫഖാല അസ്ബതി, നീ പറഞ്ഞത് പച്ച പരമാർത്ഥമാണെന്ന് പറഞ്ഞു. അതേ ബോധമുള്ള അനസ് റളിയല്ലാഹു അൻഹു
ഉമ്മായോടും മറ്റുള്ളവരോടുമൊക്കെ വസിയ്യത്ത് ചെയ്തിരുന്നു, ഞാൻ വഫാത്തായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പ് എൻ്റെ ഉമ്മ കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെച്ചൊരു പാത്രമുണ്ട്. അതുപോലെ മുത്തുനബിയുടെ ഷെഅറെ മുബാറക്കും ആ പാത്രത്തിൽ ഇട്ട് ബറക്കത്തിന് വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലെ വെള്ളം ഞാൻ വഫാത്താകുമ്പോ ഇലാ അൻ യജ്അല ഫീ ഹനൂത്തിഹി മിനസ്സിക്കി, എൻ്റെ കഫൻ പുടയിൽ വെക്കുന്ന പഞ്ഞി, ആ പഞ്ഞിയിൽ മുത്തുനബി തങ്ങളുടെ ഈ ദ്രവ്യം പുരട്ടി വേണം വെക്കേണ്ടത് എന്ന് അനസ് റളിയല്ലാഹു വസിയ്യത്ത് ചെയ്തു. അതുപോലെ അനസ് റളിയല്ലാഹു പറഞ്ഞു, എൻ്റെ കയ്യിലിരിക്കുന്ന ഷെഅറെ മുബാറക്ക് എന്നെ കബറടക്കുമ്പോ എൻ്റെ നാക്കിൻ്റെ അടിയിൽ എൻ്റെ ഷെഅറെ മുബാറക്ക് വെച്ച് വേണം എന്നെ അടക്കേണ്ടത് എന്ന് അനസ് റളിയല്ലാഹു വസിയ്യത്ത് ചെയ്തു. സുബ്ഹാനല്ലാഹ്, ജീവിതകാലത്ത് മാത്രമല്ല വഫാത്തിന്റെ കാലത്തും വഫാത്തിന്റെ ശേഷവും മുത്തുനബിയുടെ കൂടെ ആയിരിക്കണമെന്ന് കൊതിച്ച അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് ശഫാഅത്ത് ചെയ്യൂലേ നബിയേ? നഅം, നിനക്ക് ശഫാഅത്ത് ചെയ്യും, നിനക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യും. അപ്പൊ ചോദിച്ചു, ഞാൻ തങ്ങളെ എവിടെയാണ് കാത്തു നിൽക്കേണ്ടത്? അനസേ, എന്നെ നീ ആദ്യം സിറാത്തിന്റെ ഭാഗത്ത് കാത്തു നിൽക്കണം, അവിടെ കണ്ടില്ലെങ്കിൽ മീസാനിന്റെ ഭാഗത്ത് കാത്തു നിൽക്കണം, അവിടെ കണ്ടില്ലെങ്കിൽ ഹൗലുൽ കൗസറിന്റെ ഭാഗത്ത് കാത്തു നിൽക്കണം, ഞാൻ നിന്നെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ ആ സന്തോഷത്തോടെ ജീവിച്ചു മരിച്ച അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, സഹാബ കിറാം, മുത്തുനബിയുടെ ഒരു രോമത്തിന്, മുത്തുനബിയുടെ വിയർപ്പ് തുള്ളിക്ക് അതീവ വില കൽപ്പിച്ച സഹാബത്തിന്റെ ഈ മഹബത്ത് വഫാത്തിന്റെ ശേഷമുള്ള നജാത്തിനും അവിടുത്തെ ഷെഅറെ മുബാറക്ക് നാവിന്റെ അടിയിൽ വെച്ച് മരിക്കണമെന്ന് ആഗ്രഹിച്ച അനസ് ബിൻ മാലിക് തങ്ങൾ, അവിടുത്തെ ഉമ്മ അടക്കമുള്ള സഹാബത്ത്, ആ മഹബത്ത് നമുക്കും ഏറ്റെടുക്കണം. സർവാധിപതിയാ റബ്ബ് തആല എല്ലാ ഖൈറും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ. ഊസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.